ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലാലേട്ടന്റെ മച്ച് അവൈറ്റഡ് രണ്ട് സിനിമകൾ. അതിലെ രണ്ട് വ്യത്യസ്തമായ പാട്ടുകൾ റിലീസായിട്ടുണ്ട്. അതിന്റെ പറ്റിയാണ്. ഒന്ന്, സിനിമയുടെ ക്യാപ്ഷൻ പോലെ നോ ലോജിക് ഓൺലി മാഡ് മാസ്, ഒരു പക്ക എന്റർടൈൻമെന്റ് മൂവി, ഫാൻസ് ബേസ്ഡ് മാസ് മസാല മൂവി. ജനപ്രിയ നടൻ ദിലീപേട്ടന്റെ തിരിച്ചുവരവ് സിനിമ ബബ്ബബ്ബ. രണ്ടാമത്തേത്, ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങുന്ന ക്ലാസിക് ഡിഫറൻഷിയേറ്റ് റോളുള്ള ലാലേട്ടന്റെ വൃഷഭ. ബബ്ബബ്ബ സിനിമ റിലീസാവുന്നത് ഈ മാസം 18-ാം തീയതിയാണ്. ഈ സിനിമയിലെ ഒരു അടിപൊളി മാസ് മസാല ഫാൻസിന് വേണ്ടി ഒരു തകർപ്പൻ പാട്ട് റിലീസായിട്ടുണ്ട്, അഴിഞ്ഞാട്ടം. ഇതിന്റെ റിലീക്സ് ആവട്ടെ, മ്യൂസിക് ആവട്ടെ, സിനിമാറ്റോഗ്രാഫി ആവട്ടെ, എല്ലാം ഫാൻസിന് വേണ്ടി അവരുടെ ആകാംക്ഷയെ ഒരു 100 ഇരട്ടി ഹൈപ്പ് ആക്കാന്നുള്ളത് പക്ക ഒരു അടിപൊളി തകർപ്പൻ പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ദിലീപ് ലാലേട്ടൻ കോംബോ സിനിമ മഹാസാഗരത്തിലെ ഒരു ചെറിയ തുള്ളി എന്ന ഒരു വിശേഷത്തോടെയാണ് ഈ പാട്ടിനെ റിലീസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഡ്രോപ്പ്. ഇത് ഓൾറെഡി നെറ്റിൽ വൈറലായിരിക്കുന്നു. ഈ അടിപൊളി പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ, പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ, നിരഞ്ജൻ. ഇതിന്റെ റിലീക്സ് ചെയ്തിരിക്കുന്നത് വിനായകൻ ശശികുമാർ. അടുത്തത് ലാലേട്ടന്റെ പാൻ ഇന്ത്യ എപ്പിക് മൂവി വൃഷഭയുടെ പാട്ടാണ്. ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പ എന്ന ടൈറ്റിലോടെയാണ്. ഇതൊരു സോൾഫുൾ, ഒരു ഫാദർ സണ്ണിന്റെ റിലേഷൻ കാണിക്കുന്ന പാട്ടാണ്. സോങ്ങിന്റെ വീഡിയോ ആവട്ടെ റിലീക്സ് ആവട്ടെ ഭയങ്കര ഇമോഷണൽ ആണ്. ലാലേട്ടന്റെ വേരിയസ് ഷെയ്ഡ്സ് നമുക്ക് ഈ പാട്ടിലൂടെ കാണാം. അഗൈൻ ഈ പാട്ടോടെ റിലീക്സ് ചെയ്തിരിക്കുന്നത് വിനായകൻ ശശികുമാർ, കമ്പോസ് ചെയ്തിരിക്കുന്നത് സാം CS, പാട്ട് പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ. വൃഷഭയുടെ ട്രെയിലർ നമ്മളെ കാണിച്ചിരിക്കുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ സിനിമയായിരിക്കും എന്നാണ്. പക്ഷെ ഫസ്റ്റ് പാട്ടിലൂടെ ഒരു പ്രസന്റ് ലൈഫും ഉണ്ട് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നു. അതും അച്ഛനും മകൻ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് സോങ് ആണ് ഇത്. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, വൃഷഭയിൽ നമുക്ക് ലാലേട്ടന്റെ വേരിയസ് ഷെയ്ഡ്സുകൾ നമുക്ക് കാണാം. വൃഷഭ റിലീസ് ആവുന്നത് ഡിസംബർ 25-ാം തീയതിയാണ്. അപ്പോ നമുക്ക് ഡിസംബർ 25 ഈ വർഷത്തിന്റെ ലാസ്റ്റില് നമുക്ക് രണ്ടാഴ്ചയിൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് ലാലേട്ടന്റെ സിനിമ കാണാം. രണ്ടിലും ലാലേട്ടൻ നമുക്ക് ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സിൽ കാണാം. ഒന്നാണെങ്കിൽ ഒരു അടിപൊളി മാസ് മസാല, രണ്ടാമത്തെ മൂവി വൃഷഭയാണെങ്കിൽ ഒരു എപ്പിക് പ്ലസ് ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് ലാലേട്ടനെ കാണാം. സോങ് നെറ്റിൽ വൈറലാവുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ലാലേട്ടന്റെ വിന്റേജ് സീൻസുകളും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. രണ്ട് സിനിമയും തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.